ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്നേഹയോഗ്യയായ ദൈവമാതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നീതിസ്വരനായ ജനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു. അങ്ങേ ദിവസത്തിനെ മറ്റുള്ളവരെ പറയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ജനനം ഭൂലോകം കണ്ട് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾക്ക് സ്വാഭാവിക അനുഗ്രഹം അങ്ങനെ രൂപമാനായ ഈശോ നൽകണമേ. സുഹൃത്തുക്കളെ, പുതിയ നക്ഷത്രമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ജീവിതം പ്രത്യാശാപൂർണമാക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിനയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഭക്തിനു നീ മോചനമേകി. Thank you.
യേശുവിന്റെ സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിനെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിക്കാം. പ്രത്യേകമായി കഴിഞ്ഞ 3 വർഷക്കാലം നിങ്ങളുടെ വികാരികളുടെ ഇടയിൽ സൂക്ഷിക്കുവാൻ അവസരം ലഭിച്ചതിന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അഥവാ സമൂഹത്തിലേക്കും ചെല്ലുന്ന എല്ലാ നന്മകളെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. നിങ്ങളുടെ വികാരി എന്ന നിലയിലുള്ള ഞായറാഴ്ചയിലെ അവസാനത്തെ ജീവിതമാണ് ഞാൻ അർപ്പിക്കുക. പ്രത്യേകമായി നമ്മൾ ഓരോരുത്തരും ശരീരത്തിന് മറ്റൊരു വിധത്തിൽ എനിക്ക് സഹായവും സഹകരണവും നൽകിയവരാണ്. നിങ്ങളോടുള്ള വലിയ ഹൃദയ സ്നേഹവും ഇത്തിരി വലിയ പ്രാർത്ഥനകളായി ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായി നമ്മുടെ ലോകമധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥതയിലൂടെ ധാരാളം ദൈവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ലോകസമൂഹത്തിൽ ധാരാളം ചെയ്യപ്പെടുകയും വിഷ്ണുയോടെ പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം അപേക്ഷിക്കുന്നു. ഇവിടെ എല്ലാ കുറവുകളും പരിഹരിക്കുന്ന എല്ലാം കൊടുത്ത് നമുക്ക് മോചനം നൽകുന്ന കന്യവാനായ ഈശോയിൽ നമുക്ക് ആശ്രയം അർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് രോഗികളായി ആശുപത്രികളിൽ വഴിയുന്നതായി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈശോയുടെ സൗഖ്യദായകമായ സ്പർശത്താൽ പൂർണ്ണമായ രോഗസൗഖ്യം പ്രദാനം ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഭാവികളുടെ മനസ്സാധനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മദ്യത്തിന് ലഹരിക്കപ്പെട്ടു നശിപ്പിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ നമുക്ക് അപേക്ഷിക്കാം. മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആനുസന്ധിക്കായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 3 വർഷം കാലം നമ്മുടെ ഇടവാസത്തിൽ പോയവരെ ഈ നിമിഷം അനുസ്മരിച്ച് അവരുടെ ആനുസന്ധിക്കായി തിരുവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരിസ്ഥിതി ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് പ്രത്യേകമായി തിരുവരെ ഓർക്കാൻ പിതാവിനെ ചെലവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും ശാന്തിയും സമാധാനം കൊടുക്കണമേ നമുക്ക് അപേക്ഷിക്കാം. അനുകൂലമായ കാലാവസ്ഥകളിലേക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രകൃതിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ഓരോരുത്തരെയും കാത്തിരക്ഷിക്കണമേ നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേക പുതുതായി നമ്മുടെ രക്തമായി കടന്നു വരുന്ന ജോസഫ് പുരാനിനെയും നമ്മുടെ സൃഷ്ടിയാണെങ്കിലും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് എല്ലാവരെയും ധാരാളമായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാൻ സൃഷ്ടിയാൽ നിയുക്തമായിരിക്കുന്ന കോട്ടയ്ക്കും രോഗികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവഴിയിലുള്ള എല്ലാ വ്യക്തികളുടെയും എല്ലാ പ്രാർത്ഥനാ ദൈവങ്ങളിലും ആരാധനകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന എല്ലാ അനുഭവങ്ങളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെ ഓർമ്മ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ കൃഷ്ണതയോടെ നമുക്ക് തിരുവടി പതിച്ചേരാം. ഇന്നത്തെ വചനഭാഗം നമ്മോട് തന്നെ ചെയ്യുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തെ വിശ്വസിക്കുകയും ദൈവം വിശ്വസിക്കുകയെന്ന് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും ആഗ്രഹങ്ങളും സദ്യ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവടി പങ്കുചേരാം. പുതിയ മാർപ്പാപ്പയുടെ അവസരത്തിലുള്ള പ്രാർത്ഥന
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, തിരുസഭയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വകാര്യത്തിൽ മഹത്വത്തിന്റെ കിരീടമണിയിക്കണമേ. വിശുകാരുടെ പ്രതിനിധിയും സഭയുടെ തലവനുമായി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ തോന്നിയ ഘട്ടത്തിൽ സഭാ നേതൃത്വത്തിനുമേൽ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിക്കണമേ. ശ്രീകർമാഗ്രഹത്തിലേക്ക് മധ്യാസനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പരിശുദ്ധമാതാവിന്റെ സംരക്ഷണയിൽ സമ്മേളിച്ച് പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരെ ഞങ്ങളുടെ പരിസ്ഥാപികൾ നിർച്ചതുപോലെ പതിനാറ് സമയത്തെ ഓരോന്നത്തെയും ദിവ്യചരിത്രങ്ങൾ നടക്കണമേ. ലോകം മുഴുവൻ്റെയും സാക്ഷി വഴികാട്ടിയുമായി വർത്തിക്കേണ്ട സഭയെ പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും ഭരിക്കുവാനും നയിക്കുവാനും വേണ്ടി വിജ്ഞാനം വിശുദ്ധിയും കഴിവും വിവേകവുമുള്ള സമാധാനങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് അവർക്ക് പ്രചോദനം നൽകണമേ. അങ്ങനെ അങ്ങയുടെ ദിവ്യപ്രേരണയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ മാർപ്പാപ്പയെ സഭാസന്താനങ്ങളും ലോകം മുഴുവൻ സർവാധന അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അങ്ങനെ ഇടയാക്കുകയും ചെയ്യണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നേറാം ഒരുമയോടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവീശ്വര സ്തുതിഗീതം സ്വർഗസ്ഥിതനാം നാഥാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Amen.
നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ പ്രത്യാശ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രിക്കുന്ന പരിഹാരങ്ങളെ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ ദുഃഖമാരുടെ ദാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സ്വരത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ജീവിതകാലം മുഴുവൻ ഞാൻ നാഗരീതികൾ പാടിയിടും. വാഴ്ത്താമവനുടെ തിരുനാമം ദൈവം നിത്യം സ്തുത്യർഹൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്വർഗത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സർവ്വപ്രതിഷ്ഠാകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സ്വാഭാവികളും നമ്മളും നിറഞ്ഞുകൂടിയോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ ഞങ്ങളുടെ സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങളുടെ ശ്രദ്ധകൾക്ക് വായനാത്രയം 56 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകാൻ പോകുന്നു, എന്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർദ്യം സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ, ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടന പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ സാപത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എന്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എന്റെ നാമത്തെ സ്നേഹിക്കാനും എന്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എന്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എന്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. അമ്പരവനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിർമ്മലമാകും മനസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസിന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും മിശിഹായി നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. കാരണം തന്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അവനെ തിരഞ്ഞെടുത്തു. അവിടുത്തെ തിരുമനസ്സിന്റെ പ്രീതി അനുസരിച്ച് ഈശോ മിശിഹ വഴി തനിക്ക് വേണ്ടി നമ്മെ ദത്തപുത്ര സ്ഥാനത്തേക്ക് അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു. ഇത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മിൽ ചെറിഞ്ഞ അവിടുത്തെ മഹത്വപൂർണമായ കൃപയുടെ പോഴ്ചയ്ക്ക് വേണ്ടിയാണ്. അവനിൽ അവിടുത്തെ കൃപയുടെ സമ്പന്നതയ്ക്കൊത്ത് അവന്റെ രക്തം വഴിയുള്ള വീണ്ടെടുപ്പ് അപരാധങ്ങളുടെ മോചനം നമുക്കുണ്ട്. ഇത് അവിടുന്ന് സമ്പൂർണ്ണ ജ്ഞാനത്താലും വിവേകത്താലും നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് തന്റെ പ്രീതി അനുസരിച്ച് അവന് നിശ്ചയിച്ചു നൽകിയ തിരുമനസ്സിന്റെ രഹസ്യം നമുക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സമസ്തവും മിശിഹായ സമയത്തിന്റെ പൂർണ്ണതയിൽ ഏകീഭവിക്കുന്ന പദ്ധതി തന്റെ തിരുമനസ്സിന്റെ തീരുമാന പ്രകാരം എല്ലാം നിറവേറ്റുന്ന അവിടുത്തെ പദ്ധതി അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരായി ഞങ്ങൾ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് മിശിഹായിൽ മുമ്പേ പ്രത്യാശർപ്പിച്ച ഞങ്ങൾ അവന്റെ മഹത്വപൂർണമായ പുകഴ്ചയ്ക്ക് വേണ്ടിയിരിക്കുന്നതിനാണ്. അവനിൽ നിങ്ങളും സത്യത്തിന് വചനമായ നിങ്ങളുടെ രക്ഷക സുശേഷം കേട്ട് അവനിൽ വിശ്വസിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവാൽ മുദ്രരാക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുപ്പ് സ്വന്തമാക്കുവാനുള്ള നമ്മുടെ അവകാശത്തിന്റെ ആചാരമാണ് പരിശുദ്ധാത്മാവ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞ, കർത്താവേ, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞ, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഈശോ പറഞ്ഞു, കാലം അത്രയും
ഞാൻ നിന്നോടുകൂടി ആയിരുന്നിട്ട് ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവിനിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവിനിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും, അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ പോലെ വിശ്വസിക്കുകയും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഞങ്ങളുടെ ശരീരത്തെയും അനുദുരാശികളെയും നിന്നോട് കൂടെ കുഴിച്ചിരിക്കാനും ആത്മസ്വരൂപത്തിന് കണ്ടെത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തെയും അവന്യമായ സൗഹൃദഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല മുട്ട ഓടുവാനും വിശ്വാസത്തെ പരീക്ഷിക്കാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാന സജീവമായി പങ്കെടുക്കാനും ഞങ്ങളുടെ ജീവിത ഓർപ്പിന് കാരണമായ തിരുശരീരങ്ങളെ യോഗ്യത കൂടെ സേവിക്കാനും ഞങ്ങളെ ആശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭ പിതാവും തലവരുമായ മാറാപ്പേൻ മിത്രാപൂത്തായി, ഞങ്ങളുടെ അതിരൂപതീക്ഷനായ മാർജോസ് മിത്രാപൂത്തായി, ഞങ്ങളുടെ പിതാവും ഭൂതദീക്ഷണമായ മറമിജോസ് മിത്രാനെയും മറ്റുള്ള മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുവന്താനത്താൽ മനുഷ്യവംശത്തിന് പ്രത്യാശ പ്രദാനം ചെയ്ത മിശിഹായേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും സ്വർഗീയ ഭാഗ്യത്തിൽ ചേരണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ദർശനം തേടുന്നു സർവശക്തൻ താപനമായിടുമേക ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. രക്ഷയ്ക്കായി
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാത്തലിക്സ്മാരും മേജരാർച്ചുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും വിചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളായ എല്ലാവരും സത്യവിശ്വാസം മരിച്ച് ഈ ലോകം വിട്ടുപോയ എല്ലാവരെയും അനുസരിക്കുകയും വിശ്വാസിയാൽ ഈ നമുക്ക് സഹായത്തിന് രക്ഷിക്കും ജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനം സമൃദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് വ്യക്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാവട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു.
വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോ കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ വെച്ചുകൂടി ഞങ്ങളുടെ രക്ഷകസ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നവരമായ തൃക്കരങ്ങളെല്ലാം എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇന്ന് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ഈ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും പ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ചു കൊടുക്കുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനങ്ങളെ പങ്കുകാരാകാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയവരെ സമുദ്രിക്കുകയും ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ശ്രമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ നിർത്താൻ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ സഹായങ്ങളുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മെത്രാപ്പൊലീത്തായിരിക്കും, ഞങ്ങളുടെ ദേവതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായിരിക്കും, ഞങ്ങളുടെ പിതാവിന്റെ അധ്യക്ഷനായ മാർ മേജസ് മെത്രാനും പുരോഹിതന്മാർ, സംസ്ഥാനക്കാർ, സമർപ്പിതമായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, പുസ്തകസഭയ്ക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയും ജനവർഗത്തിനാലും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശത്തിനും ദുഃഖിതരും ദരിദ്രനും പീഡിതനും രോഗികളും ആകുലമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വരുന്നതിന് പോയ എല്ലാ മനുഷ്യർക്കും കൃത്യമായ വസ്തുത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ കാര്യത്തിൽ ആശ്രമം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിലും ഈ ഇടവയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓരോ ഇടവാങ്ങത്തിനു വേണ്ടിയും അയോഗ്യനായിരിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ രക്ഷകന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലങ്ങളുടെ ശാന്തിയും സമാധാനങ്ങളും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ ശിവായ കഴിച്ച ഉപവാസങ്ങളാൽ അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ ശിവാവെന്ന ജീവനായകമായ സുവിശേഷ വഴി
വിശുദ്ധ മൗരീസായുടെ സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്ക സമുദായങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള ഞാനും വിശദീകരണങ്ങളെ പഠിപ്പിച്ചതും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ രക്ഷകരമായ ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും പരിശുദ്ധ ജീവദായകമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവട്ടെ ആശ്രയിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ മരിച്ചവരുടെ പ്രത്യാശയ്ക്കും എല്ലാവരും വെച്ച് സ്വർഗാത്മകമായ ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹവുമായെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ ആശ്വാസത്തോടെയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാദാനങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നിയണമേ. അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾക്ക് യോഗ്യരാകുന്നുവെങ്കിലും സ്ഥലവും പരിശുദ്ധവും ജീവദായകവുമായ സഭയിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സഭക്ക് നൽകിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാത്മാവിന്റെ രക്ഷയും പ്രാപിക്കുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യനെ അറിയിച്ച നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ. എന്നെ നിത്യം ജീവിക്കും നേടുവാൻ സ്വർഗ്ഗം നിശ്ചയമാണ്. കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമരമായ ശരീരത്തോടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. ക്ഷണത്തോടെ അവരെ ബന്ധിരിഞ്ഞു പ്രവേശിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്ത് കൃപയമാവതിനെ യാചിക്കുകയും ചെയ്യാം. ും
കരുണയോടുകൂടി ഞങ്ങളുടെ വിശ്വാസത്തോടെ അങ്ങയുടെ ശ്രദ്ധപ്പോൾ നിഷ്കളങ്കരമായ വ്യാപരിക്കാൻ്റെ യോഗ്യാഭ്യാമി നമ്മളെല്ലാം ചേർന്ന് നമ്മെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, സ്തുതനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപരനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യത്തെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തി വിടാൻ ദയാകരണമേ. ദുഷ്കാര്യങ്ങളെ രക്ഷിക്കണമേ. സമ്പത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും വരെയാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. സമ്പൂർണ്ണമാകട്ടെ. സഹോദരങ്ങളോടുകൂടെ ഭാവസമായ കാര്യങ്ങൾ പഠിക്കുന്ന ജീവിതകരമായി തീരട്ടെ എന്ന് സ്മരിക്കാം.
കർത്താവിനെ സ്ത്രീകളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നതാണ് നമ്മുടെ അത്യാസമിതിയുടെ നിയമാവലി. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഒന്ന് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത്യാസമിതി എല്ലാം കൊടുക്കുന്നത് എല്ലാ മാസവും 100 രൂപ കൃത്യമായി നൽകിയ തുടർച്ചയായി 12 മാസം വയസ്സിൽ അടയ്ക്കാത്തവർക്ക് പ്രത്യേകത്തിന് ആനുകൂല്യം ലഭിക്കുന്നതല്ല, അതുവരെ അടച്ച തുക തിരികെ ലഭിക്കുന്നതല്ല. പ്രത്യേകനിധിയായ 15,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് അടച്ചു തീരുന്ന കാലാവധി 12.5 വർഷമാണ്. 12.5 വർഷം അടച്ച് പൂർത്തീകരിച്ചവർ അതുവരെ പ്രത്യേകനിധിയുടെ സഹായം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ 12 വർഷം കഴിഞ്ഞ് തുടർന്ന് അടയ്ക്കേണ്ടതില്ല. പിന്നീട് പ്രത്യേകനിധിയുടെ സഹായം സ്വീകരിച്ചതിന് ശേഷം തുടർന്ന് അടച്ചാൽ മതിയാണ്. പള്ളി സംബന്ധമായ എല്ലാ കുടിശ്ശികകളും വീട്ടാതിന് ശേഷമാണ് പ്രത്യേകനിധി തുക നൽകുകയുള്ളൂ. പ്രത്യേകനിധിയിൽ നിന്നും ഒന്നിനും കൂടുതൽ തവണ പണം കൈപ്പറ്റുക. അതായത് ആദ്യം 15 മേടിച്ചു, പിന്നെ വീണ്ടും വെച്ചപ്പോൾ വീണ്ടും 15 മേടിച്ചു. അങ്ങനെ നമുക്കറിയാം 12 വർഷം എന്നുള്ളത് 25 വർഷമാകണം അത് പൂർത്തീകരിക്കണമെങ്കിൽ. അതുകൊണ്ട് രണ്ടാമത്തെ തുക മേടിക്കുമ്പോൾ മുതൽ 200 രൂപ വെച്ച് കൊടുത്താലേ നമുക്കത് അതിന് മുമ്പായിട്ട് അടച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ മേടിച്ച അടച്ചു കൊടുക്കുന്നുണ്ട്. അവർ 200 രൂപ വെച്ച് എല്ലാ മാസവും തുക മാസവെച്ചിരിക്കെ അടയ്ക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തുക കൽപ്പിച്ചതിന് ശേഷം തുടർന്ന് അടയ്ക്കാത്ത തുക പള്ളി കുടിശ്ശികയായി കണക്കാക്കുന്നതാണ്. അങ്ങനെ തുക കൽപ്പിച്ചിട്ട് തുടർന്ന് അടയ്ക്കാത്ത കുറച്ച് 2 പേര് തുടർന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരടച്ച് സഹകരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ രീതിയിൽ നമ്മൾ സഹകരിക്കുക. പിന്നീട് പഠിക്കുന്നതിന് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. കർത്താവായ ദൈവമേ, രക്ഷാകരസ്യങ്ങളെ ധ്യാനിച്ച് നിരന്തരം പ്രതിനിധി അർപ്പിക്കുവാനും സ്വർഗീയങ്ങളോട് ഒത്ത് അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കി. ഈ മഹാദാനത്തെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ കൃപാലയത്താൽ ഈ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. ഉദാഹരണ പ്രത്യാശ ജീവിക്കുവാൻ ഞങ്ങളെ ഗ്രഹിക്കണമേ. സ്വർഗീയ നിശ്ചയങ്ങളിൽ നീതിമാന്മാരൊത്ത് ജീവിതത്തിന് ഈ ദിവ്യബലികൾ കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും. തിരുവുത്താനം നൽകിയതാ ശരണം ജീവിത സാഫല്യം നൽകാൻ നൽവരമേണമേ. ക്രൈസ്തവ ജീവിത പാതയിൽ ജീവിതയാത്ര തുടർന്നിടുവാൻ നാഥാ കുരിശിൻ കരമെന്നും ശക്തി നിതാന്തം പകരട്ടെ. ദൈവപിതാവിൻ സ്നേഹമതും സുതനുടെ കൃപയും പ്രോത്സാഹൻ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പ്രവർത്തിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:16. അതുപോലെ തന്നെ നമ്മളുടെ ഈ വചനം അനുസരിച്ച് നമ്മളുടെ ഫലം പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന്റെ നിയോഗത്താല് അക്കിമിടവിലേക്ക് വന്ന നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും ഹൃദയപൂർവ്വം നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമുക്കറിയാം, പറഞ്ഞതുപോലെ നമ്മളുടെ ഇടവകെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നല്ലൊരു ദേവാലയം ഉണ്ടായിരുന്ന അതൊരു മനോഹരമാക്കിയിട്ട് ഈശോയുടെ സാന്നിധ്യത്തില് വൃത്തിയോടുകൂടി നന്നായിട്ടിരിക്കുവാൻ നമ്മളെ സഹായിച്ചു. അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളും എല്ലാം ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശുദ്ധിയോടുകൂടി ആയിരുന്ന ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് ബിസിനസ്സിനോട് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ബിസിനസ്സിനെ എപ്പോഴും നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ 3 സിസ്റ്റേഴ്സും നമ്മുടെ കൂടെ ആയിട്ടുണ്ട്. അവരെ നമുക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 3 വർഷക്കാലം ഓരോ ഇടവകയിലെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും ഇത്രയധികം തൊട്ടറിഞ്ഞ അവരുടെ എല്ലാ ആവശ്യങ്ങളും തൊട്ടറിഞ്ഞ് നമ്മുടെ കൂട്ടത്തിലായിരുന്ന ബിസിനസ്സിന് നന്ദിയുടെ ഒരു വാക്കുകൾ സംസാരിക്കാനായിട്ട് കുഞ്ഞേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, അധികമൊന്നും പറയുന്നില്ല. 3 വർഷക്കാലം നമ്മളെ നയിച്ച വിൻസെന്റ് അച്ഛൻ അടുത്ത ആഴ്ച സ്ഥലം മാറി പോവുകയാണ്. അതിനെപ്പറ്റി എടുത്തു പറയാൻ 1-2 കാര്യങ്ങളാണ് എനിക്കുള്ളത്. ആത്മീയ കാര്യങ്ങളിൽ ഇത്രയും ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു അച്ഛനോട് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. അതുപോലെ പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലും അച്ഛൻ വളരെയധികം മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ പള്ളിയുടെ കാര്യത്തിലായാലും വളരെ വൃത്തിയും നീറ്റും അടുക്കും ചിട്ടയും ഒക്കെയായി തീർത്തു. അതുപോലെ തന്നെ അച്ഛൻ ഈ ഇടവയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ബാലൻസ് ചെയ്ത ഒരച്ഛനാണ്. കാരണം 7 ലക്ഷത്തിൻ്റെ രൂപയാണ് നമുക്ക് ബാങ്കിൽ കിടപ്പുണ്ട്. ഏതായാലും അച്ഛൻ്റെ പ്രവർത്തനം വളരെയധികം പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അധികം ഞാൻ വീട്ടുന്നില്ല. അച്ഛൻ അടുത്ത ഇടവകയിലും അച്ഛന് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും എല്ലാവരുമായിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അച്ഛന് ഒരു മെമ്മോ നമ്മുടെ ഇടവക ഓർമ്മയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛനെ അതിനെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ വർഷം